ഭാമേ, ഒന്ന് കാണിക്കടി. നിന്നെ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് എത്ര നാളായി. സുധി കൊതിയോടെ വീഡിയോ കോളിൽ കാണുന്ന തൻ്റെ പെണ്ണിനെ നോക്കി. അവൻ പറഞ്ഞത് കേട്ട് ഭാമ കള്ളച്ചിരിയോടെ അവനെ നോക്കി. സുധിയേട്ടൻ എന്നാ നാട്ടിലേക്ക് വരുന്നത്? ഇപ്പോൾ പോയിട്ട് 1 വർഷം കഴിഞ്ഞില്ലേ? സുധിയേട്ടൻ അടുത്തില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല, ഭാമ കൊഞ്ചലോടെ പറഞ്ഞു. സുഖമൊക്കെ ഞാൻ വന്നിട്ട് നിനക്ക് തരുന്നുണ്ട്. നീ തന്നെയല്ലേ എന്നെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടത്? അതുകൊണ്ട് മോളോടുപ്പൊക്കെ ഊരി നിന്നെ എനിക്ക് കാണിച്ചതാ. സുധി കാമനോട്ടത്തോടെ അവളെ നോക്കി. ഭാമ ചിരിയോടെ തൻ്റെ ബ്ലൗസിൻ്റെ ഹുക്കുകൾ അഴിച്ചു തുടങ്ങി. അവളുടെ മാറിടങ്ങൾ അവനെ ഉണർത്തി. നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് കൺട്രോൾ പോകുന്നുണ്ട് പെണ്ണെ. ഇപ്പോൾ തന്നെ നിന്നെ മൊത്തത്തിലൊന്ന് കാണാൻ എനിക്ക് തോന്നുന്നുണ്ട്. മിക്കവാറും പ്രവാസം മതിയാക്കി ഞാൻ നിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട്, സുധി നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. ഭാമ തൻ്റെ വസ്ത്രങ്ങൾ മുഴുവനും മാറ്റി പൂർണ്ണ നഗ്നയായി കിടന്നു. ക്യാമറയിൽ കൂടി അവളുടെ കത്തുന്ന സൗന്ദര്യം കണ്ട് കൊതിയോടെ നോക്കിയിരിക്കാനേ സുധിക്ക് കഴിഞ്ഞുള്ളൂ. സുധിയേട്ടാ, എനിക്ക് വീട്ടിൽ കല്യാണാലോചനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പലരും പെണ്ണ് കാണാൻ വന്നിട്ട് എന്നെ ഇഷ്ടമായെന്ന് പറഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ട് അച്ഛൻ ഏതെങ്കിലും ഒരു ആലോചന ഉറപ്പിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഇനിയും പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല സുധിയേട്ടാ. ഫോണിലൂടെ കേൾക്കുന്ന തൻ്റെ പ്രണയിനിയായ ഭാമയുടെ ശബ്ദം കേട്ട് സുധിക്ക് അതികഠിനമായ സങ്കടം തോന്നി. ഇപ്പം തന്നെ നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ഭാമേ? എനിക്കിപ്പോഴൊന്നും നാട്ടിലേക്ക് ലീവിന് വരാൻ പറ്റില്ല. കുറഞ്ഞത് 2 വർഷമെങ്കിലും കഴിയണം. അങ്ങനെ ഒരു കമ്പനിയിലാണ് ഞാൻ വന്ന് പെട്ടത്. പിന്നെ മാസാമാസം കൃത്യമായി സാലറി തരുന്നു എന്നത് മാത്രമാണ് ഏക ആശ്വാസം. അതിനിടയ്ക്ക് ഞാൻ ലീവ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ജോലി പോകും. എനിക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിലേ നിന്റെ അച്ഛൻ നിന്നെ എനിക്ക് കെട്ടിച്ചു തരൂ. അതുകൊണ്ട് ഗൾഫിൽ പോയെന്ന് പറഞ്ഞ് നീ എന്നെ നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. 2 വർഷം കൂടെ നിനക്ക് പിടിച്ചു നിന്നൂടെ? കെട്ടിച്ചു വിടാൻ മാത്രം പ്രായമൊന്നും നിനക്കായിട്ടില്ലല്ലോ. 22 വയസ്സല്ലേ ആയിട്ടുള്ളൂ, സുധി ഇടർച്ചയോടെ ചോദിച്ചു. ഞാൻ എൻ്റെ പരമാവധി പിടിച്ചു നിൽക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് സുധിയേട്ടാ. പക്ഷേ എത്ര നാളിങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അച്ഛനെ ഇഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ ഓരോ കാരണം പറഞ്ഞ് മുടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ നിന്നെ പെണ്ണ് ചോദിക്കാൻ നിന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിടട്ടെ? അയ്യോ, അത് വേണ്ട സുധിയേട്ടാ. എനിക്ക് ആരെങ്കിലുമായി ബന്ധമുണ്ടെന്നറിഞ്ഞാൽ അപ്പോൾ തന്നെ അച്ഛൻ ഏതെങ്കിലും കോന്തനുമായി എൻ്റെ കല്യാണം നടത്തും. തൽക്കാലം നീ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്ക്. 1 വർഷമെങ്കിലും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അതിനിടയ്ക്ക് ലീവിന് വരാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കെങ്ങനെയാ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുക? ഈ ജന്മം എനിക്ക് സുധിയേട്ടൻ്റെ പെണ്ണായി ജീവിച്ചാൽ മതി. ഭാമയുടെ അടക്കി പിടിച്ച തേങ്ങലുകൾ ഫോണിലൂടെ കേൾക്കാമായിരുന്നു. നിനക്ക് എന്നെ ഈ ജന്മം മാത്രം മതിയോ? എനിക്ക് എല്ലാ ജന്മത്തിലും ഭാര്യയായി നിന്നെ മതി. ഈ സുധിയേട്ടൻ ഒരു തമാശ പറഞ്ഞതാ, ഭാമ ചിരിയോടെ പറഞ്ഞു. എന്തായാലും നിന്റെ കരച്ചിൽ മാറി പെണ്ണിൻ്റെ ചിരി കേട്ടല്ലോ, സമാധാനമായി. പിന്നെ ഏട്ടാ, എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. നിനക്കിപ്പോൾ എന്തിനാ കാശ്? ഡ്രസ്സ് എടുക്കാൻ, പിന്നെ കൂട്ടുകാരികളുടെ കൂടെ സിനിമയ്ക്ക് പോകണം. വീട്ടിൽ ചോദിച്ചാൽ അച്ഛൻ തരില്ല. അച്ഛനോടൊന്നും ചോദിക്കണ്ട. നിനക്ക് എന്താവശ്യത്തിനും എന്നോട് ചോദിച്ചാൽ മതി. അതല്ലേ ഞാൻ ചോദിക്കണേ. നിനക്ക് എത്ര പൈസയാണ് വേണ്ടത്? ഒരു 3000 അയക്കോ? അയക്കാം. താങ്ക്സ് സുധിയേട്ടാ. ഉമ്മ. സുധിയുടെയും ഭാമയുടെയും പ്രണയം തുടങ്ങിയിട്ട് വർഷം 3 കഴിഞ്ഞു. രണ്ടാളും ഒരേ നാട്ടുകാരാണ്. നാട്ടിൽ വർക്ക് കൂലിപ്പണിയായിരുന്നു സുധിക്ക്. ഭാമയുടെ കൂട്ടുകാരിയുടെ ചേട്ടൻ്റെ സുഹൃത്താണ് അവൻ. കോളേജിൽ പോകുന്ന സമയം വഴിയിൽ വെച്ച് മിക്കവാറും ദിവസം അവർ തമ്മിൽ കണ്ടുമുട്ടാറുണ്ട്. അങ്ങനെയാണ് ആ ബന്ധം പ്രണയത്തിലെത്തിയത്. ആളൊഴിഞ്ഞ ഇടവഴിയിൽ വെച്ച് സുധി ഒരു തവണ അവളെ ചുംബിച്ചിട്ടുണ്ട്. പല രാത്രികളിലും മതിൽ ചാടിക്കടന്ന് അവളുടെ വീട്ടിൽ അവൻ പോയിട്ടുണ്ട്. ഇരുട്ടി വെളുക്കുന്നത് വരെ ഭാമയുടെ ചൂട് സുധി പറ്റിക്കിടന്നിട്ടുണ്ട്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായവരാണ് അവർ. അതുകൊണ്ട് കെട്ടുന്നെങ്കിൽ അവളെ തന്നെ കെട്ടുകയുള്ളൂ. വേറൊരു ആണിനു മുന്നിൽ അവളുടെ കഴുത്ത് നീട്ടാൻ അനുവദിക്കുന്നത് തന്നെ പാപമാണെന്ന് സുധി ചിന്തിക്കും. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല സത്യഭാമേ. ഫോൺ കട്ട് ചെയ്തിട്ട് വാൾപേപ്പറിലുള്ള അവളുടെ ഫോട്ടോ നോക്കി സുധി പറഞ്ഞു. അവളുമായി ചിലവിട്ട സ്വകാര്യ നിമിഷങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് സുധി കണ്ണുകൾ അടച്ചു കിടന്നു. ഗൾഫിലേക്ക് പോകുന്നതിന് മുൻപ് സുധി തൻ്റെ അമ്മയോട് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആളെ പറഞ്ഞിട്ടില്ല. ഭാമയുടെ അച്ഛൻ താൻ വരുന്നതിന് മുൻപ് അവളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ ശ്രമിച്ചാൽ അമ്മയെ പെണ്ണ് ചോദിക്കാൻ വിടാമെന്നും അവളെ തനിക്ക് തന്നില്ലെങ്കിൽ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ അമ്മയോട് പറയാമെന്നും അവൻ തീരുമാനിച്ചു. ഇതൊന്നും ഭാമയെ അറിയിച്ച് അവളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവൻ അവളോട് തൻ്റെ തീരുമാനമൊന്നും പറഞ്ഞില്ല. അവൻ ഭാമയെ എന്നും വിളിക്കും. വീഡിയോ കോളിൽ അവർ കുറേ നേരം സംസാരിക്കും. അങ്ങനെയാണ് ദിവസങ്ങൾ അവർ തള്ളി നീക്കുന്നത്.
ജോലിയോട് തിരക്ക് കൂടിയപ്പോൾ സുധിക്ക് അവളെ വിളിക്കാൻ നേരം കിട്ടാതെയായി. മണിക്കൂറുകൾ നീണ്ട സംസാരം പിന്നെ മിനിറ്റിലൊതുങ്ങി. ആദ്യമൊക്കെ പരാതിയും പരിഭവവുമായി നടന്നിരുന്നവൾ പിന്നെ ഒന്നും പറയാതെയായി. സുധിയുടെ മനസ്സിൽ അന്നും ഇന്നും ഭാമ മാത്രമായിരുന്നു. ഭാമ പക്ഷേ മാറി തുടങ്ങിയത് അവൻ അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സുധി ഭാമയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി. ഫോണിന് എന്തെങ്കിലും തകരാറ് കാണുമെന്ന് കരുതി അവൻ സമാധാനിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ടും അവളെക്കുറിച്ച് വിവരമൊന്നും കിട്ടാതായപ്പോൾ അവൻ ഭയന്നു. നാട്ടിലുള്ള തൻ്റെ കൂട്ടുകാരനോട് അവളുടെ കാര്യം തിരക്കാൻ പറഞ്ഞുവിട്ടു. അവനിൽ നിന്നും ഭാമിയുടെ കല്യാണം ഒരാഴ്ച മുമ്പ് കഴിഞ്ഞുവെന്ന് അറിഞ്ഞു. സുധി ഞെട്ടിപ്പോയി. കേട്ട പാതി കേൾക്കാത്ത പാതി. അച്ഛൻ മരിക്കാൻ കിടക്കുകയാണെന്ന് കള്ളം പറഞ്ഞ് എമർജൻസി വിസയെടുത്ത് സുധി നാട്ടിലെത്തി. ഒരു കല്യാണം കഴിഞ്ഞ വീടാണ് അവളുടെയെന്ന് കണ്ടാൽ തോന്നില്ലായിരുന്നു. വീട് പെയിന്റ് അടിക്കുകയോ കല്യാണ ആഘോഷത്തിൻ്റെ ശേഷിപ്പുകളോ ഒന്നും തന്നെ ആ വീട്ടുമുറ്റത്തുണ്ടായിരുന്നില്ല. ആരാ അത്? ഉമ്മറത്ത് നിന്ന് ഭാമയുടെ അച്ഛൻ്റെ ശബ്ദം കേട്ടു. ഞാൻ സുധി. ഇവിടുത്തെ ഭാമയും ഞാനും 5 വർഷങ്ങളായി സ്നേഹത്തിലായിരുന്നു. അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയാ ഞാൻ ഗൾഫിൽ പോയത്. എന്നിട്ടിപ്പോൾ എൻ്റെ ഭാമയെ നിങ്ങൾ വേറെ കെട്ടിച്ചു വിട്ടല്ലേ? അവളിതെങ്ങനെ സഹിക്കും? നിങ്ങൾ കണ്ടെത്തിക്കൊടുത്ത പയ്യൻ്റെ കൂടെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല. അധികം വൈകാതെ തന്നെ മോള് ബന്ധം ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കും. അപ്പോഴെങ്കിലും അവളെ എനിക്ക് തന്നേക്കണം. പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. മുന്നിൽ നിന്ന് കരഞ്ഞു പറയുന്ന ചെറുപ്പക്കാരനെ നോക്കി ഭാമയുടെ അച്ഛൻ മെല്ലെ എഴുന്നേറ്റു. എൻ്റെ മോള് ഭാമയെക്കുറിച്ചാണോ മോൻ പറയുന്നത്? അതെ, അവളെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. നിങ്ങൾ അവൾക്ക് കല്യാണം നോക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞതാ. ലീവ് കിട്ടാത്തോണ്ട് വരാൻ വൈകിപ്പോയി. എൻ്റെ മോൾക്ക് ഞാൻ കല്യാണം നോക്കിയെന്നത് ശരി തന്നെയാ. പക്ഷെ അവൾ കെട്ടിപ്പോയത് അവൾ സ്നേഹിച്ചവൻ്റെ കൂടെയാ. മോനെപ്പറ്റി എനിക്കറിയില്ലല്ലോ. അവൾക്ക് ഞാനല്ലാതെ വേറെ ഒരു കാമുകനൊന്നുമില്ല. നിങ്ങളെന്നെ പറ്റിക്കാൻ നോക്കണ്ട. തൻ്റെ മുന്നിൽ നിന്ന് കരയുന്ന ചെറുപ്പക്കാരനെ ഭാമയുടെ അച്ഛൻ അലിവോടെ നോക്കി. അവൻ പറയുന്നത് കള്ളമല്ല എന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അയാൾക്ക് വ്യക്തമായി. അവൾ നിന്നെയും ഞങ്ങളെയും പറ്റിച്ചു എന്നാ എനിക്ക് തോന്നുന്നത് മോനെ. അവളുടെ കൂടെ കോളേജിൽ പഠിച്ച അപ്പുറത്തെ വീട്ടിലെ ചെക്കനുമായാണ് ഭാമയുടെ കല്യാണം കഴിഞ്ഞത്. ഒരു മകളും കാണിക്കാത്ത നെറുകേടാണ് അവൾ കാട്ടിയത്. രാത്രി മുകളിലെ അവളുടെ മുറിയിൽ നിന്നിറങ്ങി വരുന്നവനെ കള്ളനെന്ന് കരുതി നാട്ടുകാർ പിടിച്ചു. അങ്ങനെ പിറ്റേന്ന് തന്നെ അവരെ രജിസ്റ്റർ മാരേജ് നടത്തി കൊടുത്തു. അവൻ്റെ കൂടെ ഇവളെ പാർക്കിലും ബീച്ചിലും സിനിമാ തിയേറ്ററിലും കണ്ടുവെന്ന് ചിലർ പറഞ്ഞു. കേട്ടിട്ടാണ് ഞാൻ അവളെ ഒരു ചീത്തപ്പേര് ഒഴിവാക്കാൻ കെട്ടിക്കാൻ നോക്കിയത്. ഇത് പിന്നെ ആകെ നാണക്കേടായപ്പോൾ നടത്തേണ്ടി വന്നു. കുറച്ചു നാളായി അവർ അടുപ്പത്തിലായിട്ടെന്നാണ് അവനും അവളും പറഞ്ഞത്. എല്ലാവരും അറിഞ്ഞു പോയോണ്ട് നാണക്കേട് മാറ്റാൻ അത് നടത്തി. ഇനി അവൻ്റെ കൂടെ അവൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. മകളെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ്റെ മുഖം കുനിഞ്ഞു. അപ്പോഴും സ്തബ്ധനായി നിൽക്കുകയായിരുന്നു സുധി. തൊട്ടടുത്ത വീട്ടിൽ നിന്നും തന്നെ ഉറ്റുനോക്കുന്ന സത്യഭാമയെ അവൻ പെട്ടെന്ന് കണ്ടു. അവളെ കണ്ടതും അവൻ്റെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു. മുറ്റത്തേക്ക് കാർക്കിച്ചു തുപ്പി സുധി അവിടെ നിന്ന് പോയി. പിന്നീട് അവൻ ഗൾഫിൽ പോയില്ല. പഴയതുപോലെ നാട്ടിൽ വാർക്കപ്പണിക്ക് പോയി തുടങ്ങി. അമ്മ കണ്ടുപിടിച്ച നല്ലൊരു പെൺകുട്ടിയെ കെട്ടി കുഞ്ഞുമൊക്കെയായി സുഖമായി ജീവിച്ചു. ഭാമയെ കെട്ടിയവൻ അവൻ അവളെ മടുത്തു തുടങ്ങിയപ്പോൾ സംശയരോഗം കാരണം ദിവസവും തല്ലും വഴക്കും തുടങ്ങി. സഹി കെട്ടവൾ ബന്ധം ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ തന്നെ നിൽപ്പായി. ഭാമയുടെ വിശേഷങ്ങൾ അവനും അറിഞ്ഞു. തന്നെ ചതിച്ചതിനുള്ള ശിക്ഷയാണ് അവൾ അനുഭവിക്കുന്നതെന്ന് അവൻ ഓർത്തു. എവിടെയെങ്കിലും വെച്ച് അവളെ കണ്ടാൽ അറിയാതെ പോലും അവൻ അവളെ നോക്കില്ല. ഭാര്യയും കുഞ്ഞുമായി സുധി സന്തോഷത്തോടെ ജീവിക്കുന്നത് അസൂയയോടെ കാണാനേ അവൾക്കും വിധിയുള്ളൂ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.